നമസ്കാരം, ഞാൻ രമേഷ് ഗോപാൽ. തനിമ സ്പെഷ്യൽ ന്യൂസ്. മൂഴിയാർ ബസ്സിന് ആദരം. 4 പതിറ്റാണ്ടായി മൂഴിയാറിലേക്ക് കാട്ടാക്കടയിൽ നിന്നും സർവീസ് നടത്തുന്ന ആനവണ്ടിക്ക് മലയങ്കീട് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ആദരവ് നൽകി. ബസ്സിനും ജീവനക്കാർക്കും ഉദ്യോഗസ്ഥർക്കുമാണ് പഞ്ചായത്തും നാട്ടുകാരും ചേർന്ന് ആദരവ് നൽകിയത്. മലയൻകീഴിന്റെ വീഥികളിലൂടെ പത്തനംതിട്ട ജില്ലയിലെ മൂഴിയാറിലേക്ക് 43 വർഷമായി സർവീസ് നടത്തുകയാണ് കാട്ടാക്കട മൂഴിയാർ ബസ് സർവീസ്. മൂഴിയാർ ഡാം നിർമ്മാണത്തിനായി കാട്ടാക്കടയിൽ നിന്നുള്ള തൊഴിലാളികളെ എത്തിക്കുന്നതിന്റെ ഭാഗമായി ആരംഭിച്ച ഈ ബസ് സർവീസ് അരനൂറ്റാണ്ടിനപ്പുറം ഇന്നും മുടക്കമില്ലാതെ തുടർന്നു വരുന്നു എന്നത് ഒരു വിസ്മയം തന്നെയാണ്. 43 വർഷത്തിനിപ്പുറം ഈ സന്ദർഭങ്ങളിലൊക്കെയും നാടിന്റെ വളർച്ചയ്ക്ക് സാക്ഷിയായ ബസ് സർവീസാണിത്. പൊതുഗതാഗതം ശക്തിപ്പെടുത്തുന്നതിന്റെ ആവശ്യകത നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഗ്രാമപഞ്ചായത്തും നാട്ടുകാരും ചേർന്ന് ഇത്തരത്തിലൊരു ആദരവൊരുക്കിയത് എന്തുകൊണ്ടും വിലമതിക്കാനാവാത്തതാണെന്നാണ് MLA പറഞ്ഞത്. മലയൻകീഴിലൂടെ കടന്നുപോകുന്ന ഈ ബസ്സിനെ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പുലർച്ചെ 5-ന് മലയൻകീഴ് ജംഗ്ഷനിൽ ചെണ്ടമേളവും വെടിക്കെട്ടുമായി പോലീസ് സ്റ്റേഷന് സമീപത്തു നിന്നും മലയൻകീഴ് ജംഗ്ഷൻ വരെ ആനയിച്ചു. ചടങ്ങ് IB സതീഷ് MLA ഉദ്ഘാടനം ചെയ്തു. യാത്രക്കാരെല്ലാം വളരെ സ്നേഹമാണ്. പേരെന്തായിരുന്നു? എൻ്റെ പേര് ഷാജി. എവിടെ സ്ഥലം? എവിടെയായിരുന്നു? എൻ്റെ വീട് ഇവിടെ കാട്ടാക്കട. 18 വർഷമായി ചെയ്തു. അതോടൊപ്പം അതേ ബസ്സിൽ മൂഴിയാറിലേക്ക് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ മൂഴിയാറിലേക്ക് തിരിച്ചു. സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ പുത്തൻ ഉണർവിലേക്ക് മുന്നേറുന്ന KSRTCയുടെ അരനൂറ്റാണ്ടിനോടടുക്കുന്ന കാട്ടാക്കട മൂഴിയാർ ബസ് സർവീസിന് സാക്ഷ്യം വഹിച്ച ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിലുള്ള മലയൻകീഴിന്റെ ആദരവാണ് ഇതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വത്സലകുമാരിയും വൈസ് പ്രസിഡന്റ് സുരേഷ് ബാബുവും പറഞ്ഞു. കാട്ടാക്കട ATO ഗോപകുമാർ, ജനറൽ CI M രഞ്ജിത്ത്, ഡ്രൈവർ TM ഷാജി, കണ്ടക്ടർ B വിഷ്ണു, യൂണിയൻ പ്രതിനിധി ഡ്രൈവർ ഷൂജ, BTTC കോർഡിനേറ്റർ GP ഗോപേഷ് കുമാർ എന്നിവരെ ആദരിക്കുകയും മൂഴിയാർ ബസിന്റെ ഡ്രൈവർക്കും കണ്ടക്ടർക്കും പുതിയ യൂണിഫോം നൽകുകയും ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വത്സലകുമാരി, വൈസ് പ്രസിഡന്റ് സതീഷ് ബാബു എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ചടങ്ങുകൾ. ഞാൻ യാത്രക്കാരനാണ്. സാമൂഹ്യ പ്രവർത്തകരും ചുരുക്കം
1000 ജീവനക്കാരും ചേർന്ന് ഞങ്ങൾ ഈ ബസ്സിൽ മൂഴിയാറിലേക്ക് പിന്നെ KSRTCയുടെ ഒരു പാക്കേജ് പ്രകാരം നമ്മൾ യാത്ര ചെയ്യാൻ വേണ്ടി പോകുകയാണ്. അതിന് ഈ നാട്ടിലെ ബഹുജനങ്ങൾ ആകെ ഇതിലുണ്ട്. എല്ലാവരെയും ക്ഷണിക്കുന്നു. എത്തിച്ചേർന്ന നാട്ടിലെ മുഴുവൻ പേരെയും ഗ്രാമപഞ്ചായത്തിന് വേണ്ടി സ്നേഹത്തോടെ നമ്മൾ അസുലഭ നിമിഷമാണ്, അപൂർവ നിമിഷമാണ്. മലയിൻകീഴ് എന്ന ഈ ഗ്രാമത്തിന്റെ ചരിത്രത്തിലൂടെയാണ് മൂഴിയാർ ബസ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. 47 വർഷം മുമ്പാണ് മലയിൻകീഴിലൂടെ ആദ്യമായി ഈ ബസ് മൂഴിയാർ ലക്ഷ്യമാക്കി സഞ്ചരിച്ചത്. പഴമക്കാർ പറയുന്ന ഒരു ചരിത്രമുണ്ട്. മൂഴിയാർ ഡാം നിർമ്മാണ ഘട്ടത്തിൽ കാട്ടാക്കട മേഖലയിലുള്ള തൊഴിലാളികൾ തിരുവനന്തപുരത്ത് ചെന്ന് അവിടെ നിന്ന് KSRTC ബസ്സിൽ കയറിയാണ് മൂഴിയാറിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. കാലക്രമേണ കാട്ടാക്കട ഡിപ്പോയിൽ നിന്ന് മൂഴിയാറിലേക്ക് ബസ് സർവീസ് ആരംഭിക്കുന്നു 47 വർഷം മുമ്പ്. ആ 47 വർഷം കൊണ്ട് ഈ നാടിനുണ്ടായ മാറ്റം, സമൂഹത്തിനുണ്ടായ മാറ്റം, അതിനെല്ലാം സാക്ഷിയാണ് ഈ ആനവണ്ടി. ആ അസുലഭ നിമിഷത്തെ ആഘോഷമാക്കാനാണ് മലയിൻകീഴ് ഗ്രാമപഞ്ചായത്ത് വളരെ ഭാവനാപൂർണമായ തീരുമാനമെടുത്തത്. ഇത് വളരെ ദീർഘകാലമായി തുടരുന്ന ഒരു ദീർഘകാല സർവീസിന്റെ ആഘോഷം മാത്രമല്ല, പൊതുഗതാഗതത്തിന്റെ പ്രാധാന്യവും പ്രസക്തിയും വിളിച്ചോതുന്ന ഒന്നാണ്. മുമ്പ് പഴയ തലമുറയ്ക്ക് KSRTCയും പൊതുഗതാഗതവും എത്രത്തോളം പ്രാധാന്യമുള്ളതായിരുന്നു. ഇന്ന് എത്രത്തോളം പ്രാധാന്യം പൊതുഗതാഗതത്തിന് ലഭ്യമാകുന്നുണ്ടോ? പൊതുഗതാഗതത്തെ ശക്തിപ്പെടുത്തേണ്ടത് പലതുകൊണ്ടും ആവശ്യകരമായ ഒന്നാണ് എന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ ചടങ്ങ്.